ഹലോ ഗൈസ്, നമ്മളപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നവേശ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ പരിപാടികളുണ്ട്? നമുക്കിനി കണി എടുക്കണം, പിന്നെ കണി കാണണം, നാളെ വെളുപ്പിന് അമ്പലത്തിൽ പോകണം, സദ്യ ഉണ്ണണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇവിടെ ഫുള്ള് പടക്കൊക്കെ പൊട്ടിച്ചാടുകളൊക്കെ നല്ല ആഘോഷത്തിലാണ്. പിന്നെ എന്തുകൊണ്ടാ നമ്മൾ ഇന്നലെ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കണിയുടെ കുറച്ച് സെറ്റപ്പുകൾ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയായിട്ട് ഇനി കണി ഒരുക്കണതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം. അപ്പോഴത്തേനും നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. നമ്മളപ്പോൾ വിഷുവായിട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ പേവ് സാർ എത്താറായിട്ടുണ്ട്. ഈ പേവ് സാറിലെത്തിയിട്ട് സാധനം ഉണ്ടോയെന്നാണ് നമുക്കറിയണ്ടേ. മറ്റേ സുന്ദരി മൊത്തങ്ങ നോക്കിയാണ് പോണത്. അത് കിട്ടിയില്ലെങ്കിൽ ഈ നടത്തം നമ്മ വെറുതെ ആവും ഗൈസ്. എന്ത് ചെയ്യന്? പേവ് സാറ് റോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിലെ പോയുള്ളൂ ഞങ്ങള്. എന്താ ചെയ്യാ, വഴി കൂടെ ബസ്സിലിരുന്ന് കണ്ടപ്പോൾ പച്ചക്കറി കണ്ട പോലെ തോന്നി. അതുകൊണ്ട് ഇത് ഇപ്പം പിന്നെ വന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക് കിട്ടുമോ. കിട്ടി ഗൈസ്, നമുക്കിത് സുന്ദരി മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതേ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ വന്നു. സാധനങ്ങളൊക്കെ അതേ നോക്കിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് ഒരു ഓട്ടോ വെച്ചിട്ട് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇനി നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ട് ബാക്കി. അങ്ങനെ നമ്മുടെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മളോട് എത്തിയിട്ട് നമുക്ക് ഇനി ബാക്കി എന്തൊക്കെയോ വാങ്ങാണ്ട് നമ്മ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ വാങ്ങാനായിട്ട് ഇനി പോണോ വേണമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എന്നാൽ പിന്നെ നമുക്കിനി കണിയുടെ വിശേഷങ്ങളിലോട്ട് പോയാലോ.
അങ്ങനെ നമ്മൾ വീട്ടിലെ കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ പോയതാണ്. ഇവിടെ അടുത്തുള്ളൊരു പറമ്പിക്കുളങ്ങര അമ്പലത്തിൽ. അവിടെ കൃഷ്ണനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് നടന്ന് പോരായിരുന്നു. കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കായിരുന്നു ഞങ്ങളിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് പായസവും പപ്പടവും പഴമൊക്കെ ആയിട്ട് ചെറിയൊരു സദ്യ കഴിച്ചിട്ട് അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. എല്ലാവരും വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായി?